ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് തൊട്ടൊരു 100 ഡേയ്സ് PCOD വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ഒരു വാണിംഗ് പോലൊരു കാര്യം പറയാം. നിങ്ങളൊരു ഡോക്ടറിനെ പോയി കാണുക. ഇത് PCOD തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ആ ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ഡയറ്റും വർക്കൗട്ടും കാര്യങ്ങളും മാത്രം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് PCOD ആയത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പം ആ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് നല്ല രീതിയിൽ വണ്ണം വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 3 മാസത്തോട് അടുപ്പിച്ച് എനിക്ക് പീരീഡ്സ് ആവാതിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഡോക്ടറിനെ പോയി കണ്ടു. അത് PCOD ആണെന്ന് തന്നെ ഉറപ്പ് വരുത്തി. അതിനുശേഷം ആ ഒരു ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ഡയറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡിസിനും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ പീരീഡ്സ് എല്ലാം റെഗുലർ ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ പതുക്കെ ചില ഹെൽത്ത് ഇഷ്യൂസും എല്ലാം കാരണം, വേറെ ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് പിന്നെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാതെ വന്നു. അപ്പം അങ്ങനെ കുറച്ച് തിരക്കായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് പിന്നെയും നല്ല രീതിയിൽ വണ്ണം വെക്കാനായിട്ട് തുടങ്ങി. ഇപ്പം എൻ്റെ പീരീഡ്സ് ഈ ഒരു മാസം എനിക്ക് പീരീഡ്സ് വന്നിട്ടില്ല. ഡേറ്റ് കഴിഞ്ഞു, പക്ഷേ പീരീഡ്സ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്ക് ടു എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളിലോട്ടൊക്കെ തന്നെ തിരിച്ച് പോകാമെന്ന്. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്കും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കാണും, നിങ്ങൾക്ക് കാണുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം PCODക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് PCOD ആണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് ഈ PCODയെ ഒരു പരിധി വരെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഈ രാത്രി വരെ ഈ 3 മണി 4 മണി വരെയൊക്കെ ഫോണിൽ കളിച്ചിട്ട് കിടന്നുറങ്ങുന്ന പരിപാടി മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഒരു സമയം വെച്ചിട്ട് ആ ഒരു സമയത്ത് കിടന്നുറങ്ങാനായിട്ട് നോക്കണം. പിന്നെ രാവിലെ ഒരു സമയം വെച്ചിട്ട് ആ ഒരു സമയത്ത് എന്നും എണീക്കാനായിട്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോയി. അത് കാരണം ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. PCODക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും ഡോക്ടർ എന്നോട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളത് വീഡിയോയും ഞാനൊരു അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്